ഈ ഒരു കോൺസെപ്റ്റ് കിട്ടിയപ്പോൾ തന്നെ സിനിമയാക്കണം എന്നാണോ വെബ് സീരീസ് ആക്കണം എന്നാണോ വിചാരിച്ചത്? ഇത് ആക്ച്വലി സത്യം പറഞ്ഞാൽ സിനിമയായിട്ട് തന്നെയാണ് തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഭയങ്കര പേജ് പെർ മിനിറ്റിൽ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ ഇതിന് അങ്ങ് എഴുതി ഒരു ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കൊള്ളാം, പക്ഷേ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഒരു 2 മണിക്കൂറിന് മുകളിലേക്കുള്ള ദൈർഘ്യം ഒരു റോം കോമിന് ഒരിക്കലും വർക്കാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ കുറേ കളയണം. അപ്പോൾ ഞാൻ ഇതെല്ലാം കളഞ്ഞിട്ടൊരു ചെറിയ, എനിക്ക് വന്നപ്പോൾ ഇത്രയും ഒരു സ്പേസ് എടുത്തു. പക്ഷേ എനിക്ക് എൻ്റെ ബാക്ക് സ്റ്റോറിയും സ്റ്റോറി ബോൾഡൊക്കെ എനിക്കറിയാം. അപ്പം ഞാൻ ആലോചിക്കുന്ന ഓക്കെ കുഴപ്പമില്ല, ഇതെല്ലാം കൂടെ കുത്തിക്കയറ്റി വെച്ച് സിനിമ ഉറപ്പിക്കണ്ട. പക്ഷേ എനിക്ക് കോവിഡ് എല്ലാം കഴിഞ്ഞ് വാശിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത് എനിക്കിതൊരു റോം കോമായിട്ട് തിയേറ്ററിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു വേണോ, കാര്യം ഇനി ഇതിന് പടം ഓണായി ഷൂട്ട് ചെയ്ത് വരുന്ന സമയത്ത് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു കാലത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്നൊരു റോം കോം എത്ര സ്വീകാര്യത ഉണ്ടാവും എന്നെനിക്കറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് വെബ് സീരീസിൻ്റെ പിച്ചിങ് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഞാൻ ഈ എടുത്ത് കളഞ്ഞ കാര്യങ്ങൾ തിരിച്ചു വയ്ക്കുകയേ വേണ്ടു. എനിക്ക് വേറൊന്നും ആവശ്യമില്ല, കാര്യം ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനതിനെ കൃത്യമായി എനിക്കിത് 5 ക്ലിഫ് ഹാങ്ങർ ഈ കഥയിൽ ഓർഗാനിക്കലി ഉണ്ട്. അപ്പോൾ ഞാൻ ഉള്ള കഥയാണ് വെബ് സീരീസ് ആയിട്ട് മാറ്റിയത്. അപ്പോൾ ഒന്നും ആഡ് ചെയ്യുക, ഒന്നും കുത്തിക്കയച്ചതിൻ്റെ കാര്യം ഒന്നും വേണ്ടി വന്നില്ല. കാര്യം എന്തോ ഭാഗ്യത്തിന് അത്രയും റിസേർച്ച്ഡ് ആയിരുന്നു കഥ, പക്ഷേ ക്യാരക്ടേഴ്സ് റിസേർച്ച്ഡ് ആയിരുന്നു. അപ്പം എനിക്ക് തോന്നി ഇത് എന്തുകൊണ്ട് ഇത്രയും ആൾക്കാരും ക്യാരക്ടേഴ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാ കളയുന്നത്? സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും കളയേണ്ട കാര്യമില്ലല്ലോ, എക്സ്പ്ലോർ ചെയ്യുന്നുള്ള സ്പേസ് കിടക്കുകയല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞ് ആദ്യത്തെ മീറ്റിങ്ങിൽ പറഞ്ഞത് ഓണായി. എനിക്ക് ഇത് തലയെടുത്ത് ഇതാണെന്ന് തോന്നുന്നു.